കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം രാവിലെ ഏകദേശം 10 മണിയോടുകൂടി ശാസ്താംകോട്ടയ്ക്ക് സമീപം ഭരണിക്കാവിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു SI ഉൾപ്പെടുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിയത്. അവിടെ ഒരു പറമ്പിൽ കുറേയധികം ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് പോലീസ് സംഘം കണ്ടത്. ആളുകൾ കൂടി നിൽക്കുന്നതിന്റെ ഒത്ത നടുവിലായി ഒരു JCB കിടപ്പുണ്ട്. JCB ഉപയോഗിച്ച് എന്തോ ഒരു പ്രവർത്തനം ആ ഭാഗത്ത് നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ നടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. JCB കുഴിയെടുത്ത ഭാഗത്തായി വലിയൊരു കുഴിയിൽ ഒരു അസ്ഥികൂടം കിടക്കുന്നു. ആ സ്ഥലത്തിന്റെ ഉടമയായ അശോകൻ ആ പ്രദേശമൊക്കെ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് പറമ്പിൽ കുഴിയെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ആളുകളെ അടക്കം ചെയ്യുന്നതിനുള്ള അതേ നീളത്തിലും വണ്ണത്തിലുമുള്ള കുഴിയിലാണ് അസ്ഥികൂടവും കിടക്കുന്നത്. ഏകദേശം 1 മാസം മുൻപാണ് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സിസിലി എന്നൊരു സ്ത്രീയിൽ നിന്നും അശോകൻ ആ സ്ഥലം വാങ്ങിയത്. തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അശോകൻ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസുകാർ അസ്ഥികൂടം കണ്ട കുഴിയിലേക്ക് ഇറങ്ങി വിശദമായ ഒരു തിരച്ചിൽ നടത്തി. വർഷങ്ങൾക്ക് മുൻപ് ആരെയെങ്കിലും ആ പ്രദേശത്ത് അടക്കം ചെയ്തതായിരിക്കുമെന്നായിരുന്നു നാട്ടുകാരും പോലീസും ആദ്യഘട്ടത്തിൽ കരുതിയത്. എന്നാൽ അസ്ഥികൂടം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസുകാർ SIയെ അറിയിച്ചത്. ആ അസ്ഥികൂടത്തിൽ ജീൻസ് ധരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ജീൻസ് ധരിച്ച് ആരെയും അങ്ങനെ അടക്കം ചെയ്യാറില്ല. അക്കാര്യത്തിൽ പോലീസുകാർക്ക് സംശയം തോന്നി. SI ഉടൻ തന്നെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെയും ഫോറൻസിക് സംഘത്തെയും ഒക്കെ അറിയിച്ചു. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഫോറൻസിക് സംഘം സംഭവസ്ഥലത്തേക്കെത്തിയ ഫോറൻസിക് സംഘം ആ കുഴിയിൽ നിന്നും അസ്ഥികൂടം പുറത്തേക്കെടുത്ത് ഒരു ഷീറ്റിലേക്ക് കിടത്തി പരിശോധന ആരംഭിച്ചു. അസ്ഥികൂടത്തിന് വളരെയധികം പഴക്കമുണ്ടെന്ന് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി. മണ്ണുമായി ഒരുപാട് കാലം കൂടിക്കലർന്നതിന്റെ ഭാഗമായി എല്ലുകൾക്ക് ഒരു മഞ്ഞ നിറം സംഭവിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ അസ്ഥികൂടം ഒരു പുരുഷന്റേതാണെന്ന് വ്യക്തമായി. അതുമാത്രവുമല്ല, പരിശോധനയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഫോറൻസിക് സംഘം കണ്ടെത്തി. ആ അസ്ഥികൂടത്തിന്റെ വയറിന്റെ ഭാഗത്തായി വലിയ 2 സ്വർണ്ണ ബാറുകളുണ്ട്. ആ സ്വർണ്ണ ബാറുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വയറിനകത്ത് സ്വർണ്ണക്കട്ടകൾ ഉള്ളപ്പോൾ തന്നെയാണ് ആ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത്. 2 സ്വർണ്ണ ബാറുകൾ വിഴുങ്ങിയ നിലയിൽ ഒരു അസ്ഥികൂടം ലഭിച്ചു എന്നുള്ള വാർത്ത നാടാകെ പരന്നു. ഒരുപക്ഷെ ആ ബാറുകൾ വിഴുങ്ങിയ സമയത്ത് അയാൾ മരണപ്പെട്ടതായിരിക്കുമോ എന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ അടക്കം ചെയ്ത ആളുകൾക്ക് അയാളുടെ വയറ്റിൽ സ്വർണ്ണബാർ ഉണ്ടെന്നുള്ള കാര്യം അറിവില്ലായിരിക്കണം. അറിവുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ആളുകൾ സ്വർണ്ണബാർ എടുക്കാൻ ഒരു ശ്രമം നടത്തിയേനെ. വിവരമറിഞ്ഞ് DYSP ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി. അപ്പോഴേക്കും സ്ഥല ഉടമയായ അശോകൻ തനിക്ക് ആ സ്ഥലം വിറ്റ സിസിലി എന്ന സ്ത്രീയെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. സിസിലിയെയും പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് കാരണവർ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് സിസിലി ആ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയായിരുന്നു സിസിലി ആ സ്ഥലം വാങ്ങിയത്. എന്നാൽ വീട് വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ സ്ഥലം 1 മാസം മുൻപ് അശോകന് വിൽക്കുകയായിരുന്നു. സിസിലിയുടെയും അശോകിന്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആ അസ്ഥികൂടം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതോടൊപ്പം തന്നെ പരിശോധന നടത്തുന്നതിന് വേണ്ടി അസ്ഥികൂടം കിടന്ന കുഴിയിൽ നിന്നും കുറച്ച് മണ്ണിന്റെ സാമ്പിളുകൾ കൂടി ഫോറൻസിക് സംഘം ശേഖരിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ചില നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറി. ആ വ്യക്തിയുടെ മരണം സംഭവിച്ചിട്ട് ഏകദേശം 10 വർഷമായിട്ടുണ്ട്. എല്ലുകളുടെ തേയ്മാനവും മറ്റും കണക്കുകൂട്ടി അങ്ങനെ ഒരു റിപ്പോർട്ട് ഡോക്ടർമാർ പോലീസിന് കൈമാറിയത്. അസ്ഥികൂടത്തിലെ പല്ലിന്റെ റൂട്ടുകളുടെ വ്യക്തത പരിശോധിച്ചതിൽ നിന്നും ആ വ്യക്തിക്ക് ഏകദേശം 30-നും 35-നും ഇടയിൽ പ്രായമുണ്ടാകുമെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ലാബ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നെങ്കിൽ മാത്രമേ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കാനാകൂ. വളരെ വിശാലമായ ഒരു ലാബ് ടെസ്റ്റ് തന്നെയാണ് പിന്നീട് നടത്തിയത്. അസ്ഥികൂടത്തിന്റെ വയറിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സ്വർണ്ണ ബാറുകളും വിശദമായ ലാബ് ടെസ്റ്റിന് വിധേയമാക്കി. ആ കാലഘട്ടത്തിലെ സ്വർണ്ണ കള്ളക്കടത്തുകാർ വിഴുങ്ങി നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്വർണ്ണ ബാറുകളാണതെന്ന് പോലീസ് സംഘം വിലയിരുത്തി. ആ സ്ഥലത്തിന്റെ പഴയ ഉടമയായ കാരണവരെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. കാരണവർ മരണപ്പെട്ടിട്ട് നാളുകളായി. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ സ്ഥലം വിറ്റ് അവിടെ നിന്നും പോയിട്ടുള്ളത് കൊണ്ട് നാട്ടുകാർക്കും അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കാരണവരുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു നിർണായക കാര്യം പോലീസിനെ ഇപ്പോൾ ഒരു പോയിന്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം വെച്ച് നോക്കുമ്പോൾ സിസിലി എന്ന സ്ത്രീയുടെ കൈവശം ആ പ്രോപ്പർട്ടി ഇരിക്കുന്ന സമയത്താണ് ആ ഡെഡ് ബോഡി അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിസിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. സിസിലിക്ക് 2 മക്കളാണുള്ളത്. ആ മക്കൾ തമ്മിൽ നല്ല പ്രായവ്യത്യാസവുമുണ്ട്. സിസിലി ഇപ്പോൾ കഴിയുന്നത് അവരുടെ 2ാം ഭർത്താവിന്റെ കൂടെയാണ്. സിസിലിയുടെ ആദ്യ ഭർത്താവ് കുവൈറ്റിലായിരുന്നു. അയാളെക്കുറിച്ച് വർഷങ്ങളായി ആർക്കും ഒരു വിവരവുമില്ല. സിസിലിയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് മനസ്സിലാക്കിയ DYSP സിസിലിയുടെ ആദ്യ ഭർത്താവിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ ഭാഗമായി സിസിലിയെ പോലീസ് സംഘം വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. സിസിലിയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ഔസേപ്പ് എന്നാണ്. അയാൾ വർഷങ്ങളായി കുവൈറ്റിലായിരുന്നു. ഒരു ദിവസം ലീവിന് നാട്ടിലേക്ക് വരുന്നു എന്ന് ഭർത്താവ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വരുമെന്നറിയിച്ച സമയം കഴിഞ്ഞിട്ടും ഔസേപ്പ് നാട്ടിലെത്താത്ത സാഹചര്യത്തിൽ സിസിലിയും മക്കളും എയർപോർട്ടിലെത്തി അന്വേഷിച്ചെങ്കിലും
ഔസേപ്പിനെ കാണാൻ കഴിഞ്ഞില്ല. എമിഗ്രേഷൻ വിഭാഗത്തിൽ തിരക്കിയപ്പോൾ ഔസേപ്പ് കുവൈറ്റിൽ നിന്നുള്ള വിമാനത്തിന് എയർപോർട്ടിൽ ഇറങ്ങിയെന്നും എയർപോർട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെന്നും സിസിലിക്കും മക്കൾക്കും വ്യക്തമായി. എന്നിട്ടും ഔസേപ്പ് വീട്ടിലെത്താത്ത സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി സിസിലി ഒരു പരാതിയും നൽകിയിരുന്നു. പോലീസ് സംഘം അന്ന് അന്വേഷിച്ചെങ്കിൽ പോലും ഔസേപ്പിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ആദ്യ ഭർത്താവിനെ കുറിച്ച് പോലീസ് സംഘം എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരക്കുന്നതെന്ന് സിസിലി SIയോട് ചോദിച്ചു. സിസിലിയുടെ മക്കൾ തമ്മിലുള്ള പ്രായവ്യത്യാസം കാരണം സംശയം തോന്നിയതുകൊണ്ടാണ് അങ്ങനെയൊന്ന് അന്വേഷിച്ചതെന്ന് SI സിസിലിയോട് പറയുകയും ചെയ്തു. തന്റെ ആദ്യത്തെ കുട്ടി ആദ്യ ഭർത്താവായ ജോസഫിലുള്ളതാണെന്നും ഇളയ കുട്ടിയാകട്ടെ രണ്ടാം ഭർത്താവിലുള്ളതാണെന്നും സിസിലി വ്യക്തമായ മറുപടിയും പറഞ്ഞു. സിസിലി തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് നേരത്തെ തന്നെ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് സിസിലി നൽകിയ പരാതിയും അന്ന് പോലീസ് അന്വേഷിച്ച വിവരങ്ങളുമൊക്കെ ഇപ്പോഴത്തെ SI ഉൾപ്പെടുന്ന സംഘം വിശദമായി ഒന്ന് പരിശോധിക്കുകയും ചെയ്തു. പഴയ അന്വേഷണ ഫയൽ വിശദമായി വായിച്ചു നോക്കിയപ്പോൾ പോലീസ് സംഘത്തിന് ചില സംശയങ്ങൾ തോന്നി. കുവൈറ്റിൽ നിന്നും ഔസേപ്പ് കൃത്യമായി വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ അന്നേ ദിവസം അയാൾ വീട്ടിലെത്തിയിട്ടില്ല. ഔസേപ്പ് നാട്ടിലെത്തി 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഭർത്താവിനെ കാണാനില്ല എന്ന് സിസിലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. സിസിലി പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ടാകാം 3 ദിവസം വൈകി പരാതി നൽകിയതെന്ന് പോലീസിന് സംശയം തോന്നി. സംശയം തോന്നിയ പോലീസുകാർ സിസിലിയെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പരാതി നൽകാൻ 3 ദിവസം വൈകിയതിന്റെ കാരണം അന്വേഷിച്ചു. സാധാരണയായി ഭർത്താവ് കുവൈറ്റിൽ നിന്ന് ലീവിന് വരുമ്പോൾ സുഹൃത്തുക്കൾക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അവയൊക്കെ സുഹൃത്തുക്കളുടെ വീട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമാണ് സ്വന്തം വീട്ടിലേക്ക് എത്താറുള്ളത്. അന്നും പതിവ് പോലെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് ഭർത്താവ് ഔസേപ്പ് പോയി കാണുമെന്ന് സിസിലി ധരിച്ചു. സിസിലിയും മക്കളും അന്നേ ദിവസം എയർപോർട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോഴും ഔസേപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും എയർപോർട്ട് ഗേറ്റ് കടന്ന് പുറത്തു പോയി എന്നും എമിഗ്രേഷനിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ വീട്ടിലെത്തി സാധനം എത്തിച്ച ശേഷം ശാസ്താംകോട്ടയിലുള്ള വീട്ടിലേക്ക് ഔസേപ്പ് മടങ്ങിയെത്തുമെന്ന് കരുതിയാണ് സിസിലിയും മക്കളും വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയത്. 3 ദിവസമായിട്ടും ഭർത്താവിനെ കാണാത്ത സാഹചര്യത്തിലാണ് താൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതെന്നും സിസിലി പോലീസുകാർക്ക് മൊഴി നൽകി. അതുമാത്രവുമല്ല, ഔസേപ്പ് വീട്ടിലേക്ക് വരാൻ താമസിച്ചപ്പോൾ കുവൈറ്റിലുള്ള അയാളുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സിസിലി അന്വേഷിച്ചിരുന്നു. എന്നാൽ അവരാരും തന്നെ ഒരു സാധനവും നാട്ടിലെ വീടുകളിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഔസേപ്പിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് സിസിലി അറിഞ്ഞത്. കുവൈറ്റിൽ നിന്നും നാട്ടിലെത്തിയ ഔസേപ്പിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഔസേപ്പ് പോകാൻ സാധ്യതയുള്ള അയാളുടെ കുവൈറ്റിലുള്ള സുഹൃത്തുക്കളുടെ നാട്ടിലെ വീടുകളിലൊക്കെ എത്തി അന്നത്തെ പോലീസുകാർ അന്വേഷണവും നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ ഔസേപ്പ് തങ്ങളുടെ വീട്ടിലെത്തി എന്നുള്ള ഒരു മൊഴി നൽകിയിട്ടുമില്ല. അത് മാത്രവുമല്ല, അന്നത്തെ അന്വേഷണ ഫയലിൽ ഔസേപ്പ് വന്നിറങ്ങിയ വിമാനത്തിലെ പാസഞ്ചേഴ്സ് ലിസ്റ്റുമുണ്ട്. ആ ലിസ്റ്റിൽ ഔസേപ്പിന്റെ പേരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഔസേപ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി എന്നുള്ളത് 100% ഉറപ്പാണ്. ഭർത്താവ് ഔസേപ്പ് എവിടെയാണെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിസിലി പലതവണ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ആ ഫയലിൽ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പോലീസ് സംഘം ആദ്യ കാലങ്ങളിലൊക്കെ അന്വേഷിച്ചെങ്കിലും പിന്നീട് അന്വേഷണം എങ്ങുമെത്താതെ അവസാനിച്ചു. ഏതോ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി സ്വർണ്ണ ബാറുകൾ വിഴുങ്ങി കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഔസേപ്പിനെ ആ സ്വർണ്ണ ബാറുകൾക്ക് വേണ്ടി ഏതെങ്കിലും കള്ളക്കടത്ത് സംഘങ്ങൾ വകവരുത്തിയതാണോ എന്ന് പോലീസിന് സംശയം തോന്നി. സിസിലിയുടെ പറമ്പിലെ കുഴിയിൽ നിന്ന് കിട്ടിയ അസ്ഥികൂടം ഔസേപ്പിന്റേത് തന്നെയാണോ എന്നറിയണമെങ്കിൽ DNA പരിശോധന കൂടി പൂർത്തിയാകണം. DNA റിപ്പോർട്ട് പുറത്തു വരുന്നതിനു വേണ്ടി പോലീസ് സംഘം കാത്തിരിക്കുന്നതിനിടയിലാണ് കുറേയധികം ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഏകദേശം 9-9.5 വർഷങ്ങൾക്ക് മുൻപാണ് ആ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നതെന്ന് ലാബ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായി. തൊട്ടടുത്ത ദിവസം തന്നെ DNA റിപ്പോർട്ട് പുറത്തു വന്നു. ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത്. പോലീസ് സംഘത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അസ്ഥികൂടം വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പോയ ഔസേപ്പിന്റേത് തന്നെയാണ്. ഔസേപ്പിന്റെ ബന്ധുക്കളുടെ DNA ഒരു സംശയത്തിന്റെ പുറത്ത് പോലീസ് സംഘം നേരത്തെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥികൂടത്തിന്റെ DNA മാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെഡ് ബോഡി ലഭിച്ചിരിക്കുന്ന പറമ്പിന് സമീപത്തായി ചെറിയൊരു വീടുണ്ട്. ആ വീട്ടിലായിരുന്നു സിസിലി താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് സിസിലി താമസിക്കുമ്പോൾ ആ പറമ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അടക്കം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ താമസക്കാരി എന്ന നിലയിൽ സിസിലി അത് അറിയേണ്ടതാണ്. സംശയം തോന്നിയ പോലീസ് സംഘം സിസിലി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ള എല്ലാ മൊഴികളും വിശദമായ പഠനത്തിന് വിധേയമാക്കി. നേരത്തെ ഭർത്താവിനെ കാണാതെ പോയ സമയത്ത് സിസിലി നൽകിയ മൊഴിയും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നൽകുന്ന മൊഴിയും തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല. കള്ളം പറയുന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി മൊഴി നൽകുമ്പോൾ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായേനെ. ഇവിടെ യാതൊരുവിധ വൈരുദ്ധ്യവുമില്ല. ആദ്യം നൽകിയ മൊഴിയിൽ തന്നെയാണ് സിസിലി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സിസിലിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലായിരിക്കുമെന്ന് പോലീസ് സംഘം വിലയിരുത്തി. അങ്ങനെയെങ്കിൽ ഔസേപ്പിന്റെ ഡെഡ് ബോഡി ആ പറമ്പിൽ കുഴിച്ചിടുന്ന സമയത്ത് സിസിലി അവിടെ തന്നെ താമസം ഉണ്ടായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. അയൽവാസികളെയൊക്കെ അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അയൽവാസികൾ നൽകിയ മൊഴിയനുസരിച്ച് ഔസേപ്പിന്റെ ഡെഡ് ബോഡി ആ പറമ്പിൽ കുഴിച്ചിടുന്ന സമയത്ത് അതിന് സമീപത്തുള്ള വീട്ടിൽ തന്നെയാണ് സിസിലി താമസിച്ചിരുന്നത്. നാട്ടുകാർ നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ സിസിലിയെയും രണ്ടാം ഭർത്താവ് എൽദോയെയും കൂടി പോലീസ് സംഘം ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. സിസിലിയുടെ ആദ്യ ഭർത്താവ് ഔസേപ്പ് കുവൈറ്റിലായിരുന്ന കാലഘട്ടത്തിലൊക്കെ
പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്നതിനായി എൽദോയുടെ വാഹനമാണ് സിസിലി വിളിച്ചിരുന്നത്. അതേ എൽദോയെയാണ് പിന്നീട് സിസിലി വിവാഹം കഴിച്ചത്. നാട്ടുകാരുടെ ആ ഡയലോഗിൽ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നിയതുകൊണ്ടാണ് പോലീസ് സംഘം എൽദോയെ കൂടി വീണ്ടും ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. സിസിലിയെയും എൽദോയെയും 2 മുറികളിൽ ഇരുത്തിയാണ് പോലീസ് സംഘം ചോദ്യം ചെയ്തത്. തനിക്കൊന്നും അറിയില്ല എന്ന് സിസിലി ആവർത്തിച്ച് പറഞ്ഞപ്പോഴായിരുന്നു SI ഒരു നിർണായക കാര്യം സിസിലിയോട് പറയുന്നത്. സിസിലിയുടെ ആദ്യ ഭർത്താവ് ഔസേപ്പ് കൊല്ലപ്പെട്ടതാണെന്ന് തങ്ങൾക്കറിയാമെന്നും എന്നാൽ ആരാണ് അയാളെ കൊലപ്പെടുത്തിയതെന്ന് തങ്ങൾക്കറിയില്ല എന്നും സിസിലിക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ ഔസേപ്പിന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്വർണ്ണ ബാറുകൾ സിസിലിക്ക് നൽകാമെന്നും SI സിസിലിയെ അറിയിച്ചു. അത് കേട്ടപ്പോൾ തന്നെ സിസിലിയുടെ കണ്ണുകൾ വിടർന്നു. ഔസേപ്പിനെ കൊലപ്പെടുത്തിയത് എൽദോയാണെന്ന് സിസിലി തുറന്ന് സമ്മതിച്ചു. അത് കേട്ട പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. എൽദോ സിസിലിയുടെ ഭർത്താവല്ലേ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അയാൾ ഇപ്പോഴാണ് തന്റെ ഭർത്താവായതെന്നും നേരത്തെ അങ്ങനെയല്ലായിരുന്നു എന്നും തന്റെ ആദ്യ ഭർത്താവായ ഔസേപ്പിന്റെ കയ്യിൽ ധാരാളം സ്വർണ്ണമുണ്ടെന്ന് കരുതി എൽദോ തന്നെയാണ് ഔസേപ്പിനെ കൊലപ്പെടുത്തിയതെന്നും സിസിലി പോലീസിനോട് പറഞ്ഞു. സിസിലിയെ പോലീസ് സംഘം ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എൽദോയെ മറ്റൊരു സംഘം പോലീസുകാർ തൊട്ടപ്പുറത്തെ മുറിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. സിസിലി എല്ലാ കുറ്റങ്ങളും തുറന്നു സമ്മതിച്ചെന്നും എൽദോ തന്നെയാണ് ഔസേപ്പിനെ കൊന്നതെന്നുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലായെന്നും SI എൽദോയെ അറിയിച്ചു. എന്നാൽ സിസിലി പറഞ്ഞിട്ടാണ് താൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എൽദോ ആവർത്തിച്ചു പറഞ്ഞു. പിന്നീട് പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ എൽദോ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. കുവൈറ്റിൽ നിന്ന് വരുന്ന ഔസേപ്പിനെ കൂട്ടുന്നതിനായി സിസിലിയും എൽദോയും കൂടി എയർപോർട്ടിലേക്ക് പോയിരുന്നു. എയർപോർട്ടിന് സമീപം തന്നെ ഒരു ഹോട്ടലിൽ അവർ മുറിയെടുക്കുകയും ചെയ്തിരുന്നു. വൈകുന്നേരം കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ഔസേപ്പിനെ എൽദോയും സിസിലിയും ചേർന്ന് ആ റൂമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഇരുന്ന് എൽദോയും ഔസേപ്പും കൂടി ഒരുപാട് മദ്യപിക്കുകയും ചെയ്തു. വൈകുന്നേരം തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു. പോരുന്ന വഴിയിൽ ആളൊഴിഞ്ഞൊരു ഭാഗത്തെത്തിയപ്പോൾ ആ വാഹനത്തിൽ വെച്ച് തന്നെ നന്നായി മദ്യപിച്ച് ഉറങ്ങുകയായിരുന്ന ഔസേപ്പിനെ എൽദോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. നാട്ടിലെ പറമ്പിൽ വലിയൊരു കുഴിയെടുത്തിട്ട ശേഷമായിരുന്നു ഇരുവരും എയർപോർട്ടിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രി പിന്നിടുന്ന സമയത്ത് ശാസ്താംകോട്ടയിലുള്ള വീടിന്റെ പരിസരത്തേക്ക് എത്താനായിരുന്നു സിസിലിയുടെയും എൽദോയുടെയും തീരുമാനം. അതിന്റെ ഭാഗമായാണ് സമയം പോകുന്നതിന് വേണ്ടി അവർ മനഃപൂർവ്വം ഹോട്ടലിൽ മുറിയെടുത്തതും ഔസേപ്പിനെ അവിടേക്ക് കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചതും മനഃപൂർവ്വം അമിതമായി മദ്യം നൽകി അയാളെ ബോധരഹിതനാക്കിയതും. ഔസേപ്പിന്റെ ഡെഡ് ബോഡി നാട്ടുകാരുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാതെ എൽദോയും സിസിലിയും ചേർന്ന് അവർ നേരത്തെ തന്നെ പറമ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുഴിയിലേക്കിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന വളർത്തുനായയ്ക്ക് വിഷം കൊടുത്ത് അതിനെ കൊലപ്പെടുത്തിയ ശേഷം നാട്ടുകാരുടെയൊക്കെ മുൻപിൽ വെച്ച് തന്നെ നാട്ടുകാർ കാണുകെ ആ കുഴിയിലേക്ക് ആ പട്ടിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയി ഇടുകയും കുഴി മൂടുകയും ചെയ്തു. മണ്ണിനടിയിൽ കിടക്കുന്ന ഔസേപ്പിന്റെ ഡെഡ് ബോഡി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഗന്ധം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോലും പട്ടി ചത്ത് കിടക്കുന്നതിന്റെയാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തത്. ആ സംഭവം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഭർത്താവ് ഔസേപ്പിനെ കാണാനില്ല എന്നുള്ള പരാതി സിസിലി പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. പോലീസുകാർ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും ഔസേപ്പിനെ കണ്ടുകിട്ടിയില്ല എന്ന് നാട്ടുകാരോടും ബന്ധുക്കളോടുമൊക്കെ സിസിലി പറയുകയും ചെയ്തു. സിസിലിയും എൽദോയും തമ്മിൽ അടുപ്പത്തിലായതുകൊണ്ട് തന്നെ ഔസേപ്പിനെ വകവരുത്താൻ അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ആ സമയത്താണ് ഔസേപ്പ് നാട്ടിലേക്ക് വരുന്നു എന്ന് സിസിലിയെ വിളിച്ചറിയിച്ചത്. സിസിലിക്ക് വലിയൊരു സമ്മാനവുമായാണ് താൻ വരുന്നതെന്നുകൂടി ഔസേപ്പ് അറിയിച്ചിരുന്നു. ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുമായിട്ടാവും ഔസേപ്പ് എത്തുന്നതെന്ന് കരുതിയാണ് അയാളെ കൊലപ്പെടുത്തി അതൊക്കെ കൈക്കലാക്കാൻ എൽദോയും സിസിലിയും ചേർന്ന് തീരുമാനിച്ചത്. എന്നാൽ ഔസേപ്പിനെ കൊലപ്പെടുത്തിയെങ്കിലും കുറച്ച് പണം ലഭിച്ചതല്ലാതെ സ്വർണ്ണമൊന്നും തങ്ങൾക്ക് ലഭിച്ചില്ല എന്നും എൽദോ പോലീസുകാരോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വർണം ഔസേപ്പ് തന്റെ വയറ്റിലായിരുന്നു സൂക്ഷിച്ചിരുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ അസ്ഥികൂടം ലഭിച്ച സമയത്താണ് സിസിലിക്കും എൽദോയ്ക്കും മനസ്സിലായത്. എൽദോ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് സംശയം തോന്നിയ SI സിസിലിയോട് മറ്റൊരു കാര്യം ചോദിച്ചു. യഥാർത്ഥത്തിൽ ഭർത്താവായ ഔസേപ്പ് ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നാൽ അതൊക്കെ സിസിലിക്ക് കൂടി ഉള്ളതാണ്. പിന്നെയും എന്തിനാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നായിരുന്നു പോലീസിന്റെ സംശയം. ആ സമയത്താണ് എൽദോയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് സിസിലി തുറന്നു പറയുന്നത്. ഭർത്താവ് നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ എൽദോയുമായുള്ള അടുപ്പം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എൽദോയെയാണ് തനിക്കിഷ്ടമെന്നും എൽദോയ്ക്കൊപ്പം ജീവിക്കാനാണ് തനിക്ക് താല്പര്യമെന്നും അതുകൊണ്ടാണ് താൻ ഭർത്താവിനെ വകവരുത്തുന്നതിന് എൽദോയ്ക്കൊപ്പം നിന്നതെന്നും സിസിലി പോലീസുകാരോട് പറഞ്ഞു. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം സിസിലിയെയും എൽദോയും കൊണ്ട് തെളിവെടുപ്പിനെത്തിയപ്പോൾ നിരവധി നാട്ടുകാരാണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പോലും കഴിയാതെ ആ വീടിന് സമീപം തടിച്ചുകൂടിയത്. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഡ്രൈവറായിരുന്ന എൽദോയ്ക്കൊപ്പം കൂട്ടുനിൽക്കുകയും പിന്നീട് ഭർത്താവിനെ കൊലപ്പെടുത്തിയ അതേ എൽദോയെ വിവാഹം കഴിക്കുകയും ഭർത്താവിനെ അടക്കം ചെയ്ത പുരയിടത്തിലുള്ള അതേ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്ത സിസിലിയെ ഒരമ്പരപ്പോടുകൂടിയാണ് നാട്ടുകാർ നോക്കിക്കണ്ടത്. സിസിലി പുതിയതായി താമസിക്കുന്ന വീട്ടിലും പോലീസുകാർ തെളിവെടുപ്പ് നടത്തി. ആ വീട്ടിൽ നിന്നും കൊല്ലപ്പെട്ട ഔസേപ്പിന്റെ പാസ്പോർട്ടും സ്യൂട്ട് കേസും ഒക്കെ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം സിസിലിയുടെയും എൽദോയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. തുടർന്ന് കൊല്ലം സെഷൻസ് കോടതിയിലാണ് വാദപ്രതിവാദങ്ങൾ നടന്നത്. കാണാതെയായ ഔസേപ്പിന്റെ പാസ്പോർട്ടും സ്യൂട്ട് കേസും സിസിലിയുടെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ആ വീട്ടിലെത്തി എന്ന് തന്നെയാണ് അർത്ഥം. അത് കോടതിയിൽ വ്യക്തമായി തന്നെ തെളിയിക്കപ്പെട്ടു.
മരണം നടന്ന് 10 കൊല്ലങ്ങൾക്കിപ്പുറമാണ് വിധി പ്രഖ്യാപനമുണ്ടായത്. കേസിന്റെ കാലപ്പഴക്കവും ദൃക്സാക്ഷികളുടെ അഭാവവും സെഷൻസിനെ വല്ലാതെ തന്നെ ബാധിച്ചു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സിസിലിക്കും എൽദോയ്ക്കും 10 വർഷത്തെ വീതം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്.